സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇതാണ് ആള്, പേര് ലിയോ. അതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് പുള്ളിക്കാരിയും കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ, 1 മാസം കഴിഞ്ഞാൽ വന്നേ. അപ്പോൾ ഇവൾ മമ്മിയുടെ കൂടെയാണ്. മമ്മിക്ക് ഫുഡൊക്കെ കൊടുക്കും, ക്ലീനൊക്കെ ചെയ്യും, കുഴപ്പമില്ല. പക്ഷെ അമ്മയ്ക്ക് നഖം വെട്ടാൻ പേടിയാണ്. അപ്പം ഞാൻ വരുമ്പോഴാണ് നഖം വെട്ടൽ. സോ ഇന്ന് ലിയോയുടെ നഖം വെട്ടൽ വീഡിയോ ആണ്. നോക്കണ്ട നീ തന്നെ. സോ നമുക്ക് അതിലേക്ക് പോകാം. സോ നഖം വെട്ടാൻ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറില്ല. ബട്ട് മമ്മി ഇപ്പോൾ ഇവളെ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ കണ്ടു കേട്ടോ, ഓടിപ്പോവാ. സാരില്ല, പിടിച്ചോളാം. മമ്മി ഇപ്പം ഇവളെ ക്ലീൻ ചെയ്യുമ്പം മമ്മി മേത്ത് വിരിക്കുന്ന ഒരു തരം തുണിയാണിത്. സോ എന്നോട് പറഞ്ഞു ഞാനും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് സ്റ്റെയറാണേ, പുള്ളിക്കാരി ചാടിപ്പോകാൻ വേണ്ടിയിരിക്കാം. അപ്പം ഞാനും ചെയ്യുമ്പോൾ ഈ തുണി ഇട്ടിട്ട് ചെയ്താൽ മതി എന്നൊരു കർശനമായ ഉത്തരവ് കിട്ടിയത് കൊണ്ട് ഞാനും അതെടുത്തിടുകയാണ്. സോറി. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ എണീറ്റ് പോയതുകൊണ്ട് ഞാൻ ഇനി പിടിച്ചോണ്ട് വരണം. 1 മിനിറ്റ്. ക്യാമറയുടെ തൊട്ട് ബാക്കിൽ പോയിരിപ്പുണ്ട്, എന്നിട്ടാണ് ഇങ്ങോട്ട് വരാൻ മടി. ഞാൻ പിടിക്കട്ടെ കേട്ടാ. അപ്പോൾ ഞാൻ ആളെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നഖം വെട്ടാം. പോകരുത്. സോ നഖം വെട്ടാൻ നമുക്ക് ആദ്യമായി വേണ്ടത് നഖം വെട്ടിയാണ്. ലിയോയുടെ സ്പെഷ്യൽ നഖം വെട്ടിയൊക്കെ ഉണ്ട്. അപ്പം ഞാനതെടുക്കട്ടെ. ഒളിപ്പിച്ച് വെച്ചേക്കും. ഇതാണ് ലിയോയുടെ സ്പെഷ്യൽ നഖം വെട്ടി. എങ്ങടാണ് ഈ പോണത്? എങ്ങോട്ട് പോണേ? ഞങ്ങൾക്ക് നഖം വെട്ടാൻ ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. എന്തിനാണ് ഈ നഖമൊക്കെ വെട്ടുന്നത്? ഞാൻ വെട്ടില്ലായിരുന്നു. ഇന്ന് ഇവർക്ക് വാക്സിൻ എടുക്കാൻ വരുന്നുണ്ട്. അപ്പം വാക്സിൻ എടുക്കാൻ നമ്മൾ പിടിക്കുമ്പോൾ വാക്സിൻ എടുക്കാൻ പിടിക്കുമ്പോൾ നമ്മളെപ്പോൾ കടിക്കും, അല്ലെങ്കിൽ മാന്തും. കേട്ടോ, ഇതുപോലെ ആക്രമിക്കും. അക്രമാസക്തിയാണ്. ഇങ്ങനെയുള്ളൊരു സ്പെഷ്യൽ സാഹചര്യത്തിൽ ഞാനിങ്ങനെ ട്രീറ്റ് എടുക്കുന്നതായിരിക്കും. അതിൻ്റെ ട്രീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ട്രീറ്റ് ഇത് നമ്മളിങ്ങനെ ട്രീറ്റൊക്കെ കൊടുത്ത് നമ്മളെ അടക്കും. എന്നിട്ട് പിന്നെയും പിടിച്ചിടും. അല്ലല്ല ലിയോയുടെ പൂടെ പറഞ്ഞാൽ എനിക്ക് ലിയോയുടെ നഖവും വിരലും ഒക്കെ എവിടെ അത് കാണത്തില്ല. ഒരു കൈ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത കൈ ഒരു ചെറിയൊരു മന്തി കിട്ടിയിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യം. നല്ല ഒച്ചല്ലേ എൻ്റെ ലിയോ? ഒച്ചല്ലേ? സോ ഇല്ല എൻ്റെ പൊന്നെ, ഒരു മാന്തി കിട്ടി. പോട്ടെ. അടുത്തത് നമ്മൾ ഈ വലിയ നഖം കടിക്കുന്നേ. മമ്മീനെ വിളിക്കും. മമ്മി, അവള് പറഞ്ഞാൽ കേൾക്കുന്നില്ലേ?
സമ്മതിക്കുന്നില്ല മമ്മി. അതെന്ത് സാധനം? ഒരു 2 കൈ കഴിഞ്ഞു, ഇനി 2 കാലും കൂടെ ഉള്ളൂ. ട്രീറ്റ് തരാത് കഴിഞ്ഞ്. നല്ല വച്ചല്ലേ? ഒരു കാലും കൂടെ ഉള്ളൂ ഇനി. അതിനാണോ നീ ഇങ്ങനെ വഴക്കിടുന്നത് എൻ്റെ അടുത്ത്? നമ്മൾ ലിയോടെ നഖം വെട്ടി കഴിഞ്ഞിരിക്കുന്നു. നഖം വെട്ടി നല്ല കൊച്ചായി. നമ്മൾ നല്ല കൊച്ചായി കണ്ടോ, നല്ല സുന്ദരി. ഇനി നമ്മൾ ലിയോയ്ക്ക് ബാക്കി ട്രീറ്റ് കൊടുക്കും. ഞാൻ വിചാരിച്ചതിലും സമയം കുറച്ചു. സാധാരണ ഇതിലും സമയം ഞങ്ങൾ നഖം എടുക്കാറുണ്ട്. പിന്നെ എന്തോ പറ്റി അവൾക്ക്. ഈ നഖം വെട്ടാഞ്ഞിട്ടേ ഇവളിങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പിന്നെ നമ്മളാരേലും ചെന്നിട്ട് പുള്ളിക്കാരിനെ തുറന്ന് വിടണം. ഐ മീൻ അത് ആ പിടി ഇങ്ങനെ വിടിയിക്കണം, അല്ലെ അവിടെ ഇങ്ങനെ അങ്ങ് കിടക്കും. അതുവരെ അവിടെ ഇങ്ങനെ കിടന്നോളും. പിന്നെ അപ്പം അതിച്ചിരി പാടായിരുന്നു. മമ്മി ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എനിക്ക് എന്നിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഫോട്ടോയും വീഡിയോയൊക്കെ എനിക്ക് അയച്ചു തരും. ഇനിയിപ്പം കുഴപ്പമില്ലായിരിക്കും. ഞാൻ അടുത്ത മാസം വരുമ്പോഴേ വെട്ടുള്ളൂ. ഞങ്ങളുടെ ട്രീറ്റ് തീരാറായിട്ടുണ്ട്. ഇനി ഇതും ഒരെണ്ണോടെ ഇരിപ്പുള്ളൂ. അപ്പോൾ ഇനി ഇന്ന് പുറത്ത് പോകുമ്പം ഒരെണ്ണേ മേടിക്കണം. ഞാനിങ്ങനെ മേടിച്ച് വെച്ചിട്ടു പോകും. അപ്പം മമ്മി ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോളും. ലിയോയുടെ ഫുഡിൻ്റെ പേര് മിയോ എന്നാണ്. സോ അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാട്ടോ അത്. ഉണ്ടോ, ഞാൻ ഞെക്കി കൊടുത്തില്ലെങ്കിൽ ഇവള് തന്നെ കടിച്ച് അത് തിന്നും. ഉണ്ടോ, കടിക്കുക ഞാൻ ഞെക്കാത്തോണ്ട്. എന്നിട്ട് ഞാൻ ഈ ടോപ്പ് പോർഷനാണ് കട്ട് ചെയ്തേ. ഇവൾ കടിച്ച് ഇവിടെയൊക്കെ പോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ലിയോയുടെ നഖം വെട്ടുന്ന വീഡിയോ. നമ്മളിനി വേറെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്. Bye.